ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. ഡബിൾ നോമിനേഷൻ ആയിരുന്നു. അപ്പൊ അതിൽ അഭിഷേകും ജാസ്മിനുമാണ് ആദ്യം കൺഫെഷൻ റൂമിലേക്ക് പോയത്. എനിക്കൊരു ഫേക്ക്നെസ് ഇല്ല, ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ടാണ് നിന്നിട്ടുള്ളത്. ടാസ്കിൽ ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന ആളാണ് ഞാൻ. കാരണം പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാണുന്ന ടാസ്കുകളാണ്, ടാസ്കുകളിൽ അതിഗംഭീരമാണ് ഞാൻ. അഭിഷേക് എന്ന വ്യക്തി എന്താണെന്ന് പ്രേക്ഷകർക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞ് അഭിഷേക് കുറെ പോയിന്റുകൾ ജാസ്മിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ അതിലേക്ക് പിടിച്ചു കയറി ആർഗ്യൂ ചെയ്യുന്നുണ്ട്. അഭിഷേക് ഇവിടെ ഏറ്റവും സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ്, പക്ഷെ ടാസ്കിലൊക്കെ നല്ലപോലെ കളിക്കുന്നുണ്ട്. ഇവിടെ ഇൻവിസിബിൾ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് അഭിഷേക്. അതുകൊണ്ട് അഭിഷേക് ജനവിധി നേടണം എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ ആർഗ്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ അഭിഷേക് മറ്റേ പ്രാങ്കിന്റെ കേസിൽ റിയാക്ട് ചെയ്ത ഒരു കാര്യം എടുത്തിടുന്നുണ്ട്. പിന്നെ മറ്റേ ഊളകളെ എന്ന് വെച്ച് ജാസ്മിൻ പറഞ്ഞത് വെച്ചിട്ട് ആർഗ്യൂ ചെയ്യുന്നുണ്ട് ജാസ്മിന്റെ അടുത്ത്. വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് വരാത്ത ഒരു മിനിമം മാനേഴ്സ് പോലും ജാസ്മിൻ ഇല്ല, ഹൈജീനും ഒന്നുമില്ല, ഗസ്റ്റുകളോട് എങ്ങനെ പെരുമാറണം എന്നറിയില്ല, ഗസ്റ്റുകളുടെ മുന്നിൽ വെച്ച് മോശം വാക്ക് ഉപയോഗിച്ചു, ജനങ്ങൾക്ക് കണക്ട് ആവാത്തൊരു കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിൻ. അതുകൊണ്ട് ജാസ്മിൻ നോമിനേഷനിൽ പോകണം. ഇതുവരെ കോംബോ പിടിച്ചിരുന്ന വ്യക്തിയാണ്. ഒരാൾ പുറത്തു പോയത് പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കാൻ തുടങ്ങിയ ഒരാൾ പുറത്തു പോയത് പിന്നെയാണ്. അതുകൊണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് നോമിനേഷനിൽ പോകണം എന്നുള്ളൊരു കാര്യമൊക്കെ അഭിഷേക് പറയുന്നുണ്ട്. ഇതൊക്കെ വെച്ച് അഭിഷേക് ജാസ്മിനെ അടിച്ച് വിട്ടിയെ കയറ്റുന്നുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു അഭിഷേക്. ജാസ്മിന് പറയാൻ പോയിന്റുകൾ ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അഭിഷേകിന് സ്വന്തം ഗെയിമിനെ കുറിച്ച് നല്ല രീതിയിൽ ഒരു ധാരണയുണ്ട്. പുള്ളി അവിടെ സൈലന്റ് ആയിട്ടാണ് നിന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ ഒഫൻസും ഡിഫൻസും രണ്ടും അഭിഷേക് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ജാസ്മിൻ ആണെങ്കിൽ പൂർണ്ണമായിട്ടും അഭിഷേകിനെ വെച്ചിട്ട് അഭിഷേകിനെ വിടാനുള്ള പരിപാടിയാണ് നോക്കിയത്. അപ്പം അഭിഷേക് ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് സംസാരിച്ചത്. വളരെ നല്ല രീതിയിൽ അഭിഷേക് സംസാരിച്ചു. പക്ഷെ ജാസ്മിൻ അഭിഷേക് പറയുന്നത് ക്യാച്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. സ്വന്തമായിട്ട് ഒന്നും പറയാനില്ലായിരുന്നു ജാസ്മിനെ. ഇൻഡിവിജ്വാലിറ്റി എന്നൊരു സാധനത്തിൽ തന്നെ ജാസ്മിന്റെ വെടി തീർന്നു. അത് തീരുകയും ചെയ്തു. അഭിഷേക് തീർത്തു കൊടുക്കുകയും ചെയ്യും. പക്ഷെ എന്ത് ചെയ്യാൻ, രണ്ടുപേരും നോമിനേഷനിൽ വരുന്നുണ്ട്. ലാസ്റ്റ് ഒരു തീരുമാനത്തിലെത്താൻ രണ്ടുപേരും നിന്ന് കൊടുക്കുന്നില്ല. ആർഗ്യൂ ചെയ്ത് തന്നെ നിന്ന് രണ്ടുപേരും. വലിയ ഹീറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് ഒന്നും നീങ്ങിയില്ല. ഹീറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. പക്ഷെ അഭിഷേക് ഒരു പൊട്ടിക്ക് സ്കോർ ചെയ്ത പോലെ എനിക്ക് തോന്നി ഈ ഒരു റൗണ്ടില്. എന്തായാലും രണ്ടുപേരും നോമിനേഷൻ വന്നിട്ടുണ്ട്. അഭിഷേക്, ജാസ്മിൻ രണ്ടുപേരും. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.